കുന്നംകുളത്തുണ്ടായ തർക്കത്തെ തുടർന്ന് ചങ്ങരകുളത്ത് വെച്ച് സ്വകാര്യ ബസ് തടഞ്ഞ സംഭവത്തിൽ പ്രകോപിതരായി പോലീസിനെ ആക്രമിച്ചു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ചങ്ങരകുളം പോലീസ് കേസെടുത്തു. ചങ്ങരകുളം സ്റ്റേഷനിലെ സഫാൻ എന്ന പോലീസുകാരനെയാണ് കഴുത്തിന് പിടിച്ച് തള്ളുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. സഫാന്റെ പരാതിയിലാണ് ചങ്ങരകുളം പോലീസ് കേസെടുത്തത്. കാർ യാത്രികരുമായി കുന്നംകുളത്ത് വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ചങ്ങരംകുളത്ത് സ്വകാര്യ ബസ് തടഞ്ഞ് ഗതാഗതം തടസ്സം സൃഷ്ടിക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്തു. ചങ്ങരംകുളം സ്റ്റേഷനിലെ സഫാൻ എന്ന പോലീസുകാരനെയാണ് കഴുത്തിന് പിടിച്ചു തള്ളുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. സഫാന്റെ പരാതിയിൽ ആലങ്കോട് കക്കിടപ്പുറം സ്വദേശി സുഹൈൽ അടക്കം 10 പേർക്കെതിരെയാണ് ചങ്ങരംകുളം പോലീസ് കേസെടുത്തത്. പോലീസിനെ ആക്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനുമാണ് കേസ്. ബസ് ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്ന കാർ യാത്രക്കാരുടെ പരാതിയിൽ പൊന്നാനി സ്വദേശി യുഹാബ് എന്നയാളെ മെഡിക്കൽ പരിശോധന നടത്തി മദ്യപിച്ചിട്ടില്ലെന്നറിഞ്ഞതോടെ വിട്ടയക്കുകയായിരുന്നു. ജീവനക്കാരെ ആക്രമിച്ചെന്ന പരാതിയിൽ ബസ് ഉടമയും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ CCTV അടക്കമുള്ളവ പരിശോധിച്ച് അന്വേഷണം തുടരുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാത്രി 10 മണിയോടെയാണ് ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ വെച്ച് സംഘം ബസ് തടഞ്ഞത്. പോലീസുകാരനെ ആക്രമിച്ചെന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് രാത്രി 11 മണിയോടെ ചങ്ങരംകുളം സ്റ്റേഷനിലെത്തിയ DYFI പ്രവർത്തകരും ചങ്ങരംകുളം പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. പിന്നീട് DYSPയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സേന ചങ്ങരംകുളം സ്റ്റേഷനിലെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. സംഭവത്തിൽ കുന്നംകുളം പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. NCV ന്യൂസ് ചങ്ങരംകുളം.